ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജനനമാസം വെച്ച് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പല സ്വഭാവങ്ങളും കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കാം. എന്നാൽ ഇത് 100% സത്യമാണ്. നിങ്ങളുടെ വ്യക്തിത്വവും നിങ്ങൾ ജനിച്ച മാസവും തമ്മിൽ ശക്തമായൊരു ബന്ധമുണ്ട് കേട്ടോ. ഈ കണക്ഷൻ ഇതിനകം തന്നെ പല പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിങ്ങളുടെ ജനനമാസം നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് 10 ചോദ്യങ്ങളും അതിൻ്റെ 4 ഓപ്ഷനുകളും തരുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിന് കൊടുത്തിട്ടുള്ള നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് രേഖപ്പെടുത്തുക. വീഡിയോയുടെ അവസാനം ഈ വ്യക്തിത്വ പരിശോധനയുടെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് തുടങ്ങാം. സ്റ്റാർട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതിൽ നിങ്ങളുടെ ജനനമാസം ഏതാണ്? എ ഫെബ്രുവരി, ഒക്ടോബർ, ജൂൺ. ബി മാർച്ച്, ജൂലൈ, നവംബർ. സി മെയ്, സെപ്റ്റംബർ, ജനുവരി. ഡി ഏപ്രിൽ, ഓഗസ്റ്റ്, ഡിസംബർ. നിങ്ങളുടെ സ്കോർ ശ്രദ്ധിക്കുവാൻ മറക്കല്ല്. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സീസൺ ഏതാണ്? എ ശീതകാലം, ബി വേനൽക്കാലം, സി മഴക്കാലം, ഡി ശരത്കാലം. ക്വസ്റ്റ്യൻ നമ്പർ 3. നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ഗ്രൂപ്പ് എന്താണ്? എ 0108, ബി 0917, സി 1825, ഡി 2531. ക്വസ്റ്റ്യൻ നമ്പർ 4. നിങ്ങൾ ജനിച്ച ദിവസം? എ ഞായർ, ചൊവ്വ, ബി വെള്ളി, ബുധൻ, സി തിങ്കൾ, വ്യാഴം, ഡി ശനി. അപ്പോൾ നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ നിങ്ങളുടെ ജന്മദിനവും വർഷവും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. നിങ്ങളുടെ ജനന സമയം എന്തായിരുന്നു? എ രാവിലെ 9 മുതൽ 4 വരെ, ബി വൈകുന്നേരം 4 മുതൽ 8 AM വരെ, സി രാവിലെ 8 മുതൽ അടുത്ത പ്രഭാതം വരെ, ഡി കൃത്യമായ സമയം നിങ്ങൾക്ക് അറിയത്തില്ല. ക്വസ്റ്റ്യൻ നമ്പർ 6. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നത്? എ വലിയ ആഘോഷം, വലിയ പാർട്ടി. ബി ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കുടുംബവും ഒന്നിച്ചു. സി കുടുംബം മാത്രം. ഡി ആഘോഷങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 7. ജീവിതത്തിൽ ഒരു വലിയ തീരുമാനം എടുക്കേണ്ടി വന്നാൽ ഇതിൽ നിങ്ങൾ ആരുടെ സഹായം തേടും? എ ഹൃദയം, ബി ബ്രെയിൻ, സി ഹൃദയം പ്ലസ് ബ്രെയിൻ, ഡി ഫ്രണ്ട്സ് പ്ലസ് ഫാമിലി. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇതിൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എ നിങ്ങളൊരു നല്ല വ്യക്തിയാണ്, ബി നിങ്ങൾ വളരെ പരുഷവും അഹങ്കാരിയുമാണ്, സി ആളുകൾക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നു, ഡി നിങ്ങൾ വളരെ ബോറാണ്, അതിനാൽ ആരും നിങ്ങളെക്കുറിച്ച് സംസാരിക്കാറില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത വലിയ ഭയം എന്താണ്? എ പരാജയം, ബി അടുത്ത ഒരാളെ നഷ്ടപ്പെടുന്നത്, സി ഇരുട്ട്, ഡി ജഡ്ജ് ചെയ്യപ്പെടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ അവസാന ചോദ്യം എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. നിങ്ങൾ എന്ത് ക്വാളിറ്റിയാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എ ശാന്തത, ബി നർമ്മബോധം, സി സഹായ മനസ്കത, ഡി ഉപദേശം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഉത്തരങ്ങൾക്കനുസരിച്ചുള്ള സ്കോർ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഈ ടെസ്റ്റിൽ 10 മുതൽ 17 സ്കോർ ചെയ്യുന്ന ആളുകൾ പൊതുവെ വളരെ ദയുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഈ വിഭാഗത്തിലാണെങ്കിൽ നിങ്ങളുടെ ജനനമാസം ജൂൺ, ജൂലൈ അല്ലെങ്കിൽ നവംബർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടേത് സ്വാഭാവികമായും വളരെ ശാന്തമായൊരു വ്യക്തിത്വമാണ്. എല്ലാ കാര്യത്തിലും പൊതുവേ ഇവർ വളരെ ചില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ അഗ്രസീവ് ആകാനും ഹൈപ്പർ ആകാനും സാധ്യതയുണ്ട്. അവർക്ക് നല്ല നേതൃത്വ ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ എന്ന് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ മാത്രമേ ലീഡ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരാറുള്ളൂ. അല്ലാത്ത പക്ഷം മുന്നിൽ നിന്ന് നയിക്കാൻ അവർ ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിട്ടും അവർ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് കരുതുന്നില്ല. സ്വയം ലീഡ് ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യുന്നതിനാണ് അവർ കൂടുതൽ കംഫർട്ടബിളും. ഇനി മറ്റൊരു രസകരമായ കാര്യം കൂടി പറയാം. ഒരു വലിയ ഗ്രൂപ്പിൽ നടത്തിയ ഒരു പഠനത്തിൽ ജൂണിൽ ജനിക്കുന്ന കുട്ടികൾ മറ്റു കുട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഭാരമുള്ളവരാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണയായിട്ട് അവർ വരുമ്പോൾ മികച്ച ഉയരമുള്ളവരായി മാറുകയും ചെയ്യും.
ചെയ്യും. 18നും 24നും ഇടയിൽ സ്കോർ ചെയ്ത ആളുകളാണ് നിങ്ങളെങ്കിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞവരാണ് നിങ്ങൾ. പൊതുവേ ഇവർ വളരെ ശുഭാപ്തി വിശ്വാസികളാണ്. ആളുകൾ അവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. കുറച്ച് മാത്രം സംസാരിക്കാനും ആളുകളെ കൂടുതൽ കേൾക്കാനും അവർ ഇഷ്ടപ്പെടുന്നു. സാധാരണഗതിയിൽ ഇവർ കുറച്ച് ഇൻട്രോവേർട്ടൊക്കെ ആയിരിക്കും. ജനനമാസവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വിശ്വസനീയമായ പഠനം ആപേക്ഷിക പ്രായ പ്രഭാവം അഥവാ റിലേറ്റീവ് ഏജ് ഇഫക്റ്റീവ് ആണ്. അതുപ്രകാരം നിങ്ങളുടെ ജനനമാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആണെങ്കിൽ അത് നിങ്ങൾക്ക് അക്കാദമിക് നേട്ടം നൽകുന്നു. മറ്റ് വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് നിങ്ങൾ കൂടുതൽ മിടുക്കനും ബുദ്ധിമാനുമായിരിക്കും. 25നും 31നും ഇടയിൽ സ്കോർ ചെയ്യുന്ന ആളുകൾ സ്വഭാവത്തിൽ ജിജ്ഞാസുക്കളാണ്. അവർ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു. ഇതുകൂടാതെ അവർ എപ്പോഴും ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാണ്. ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിലാണ് അവർ ജനിച്ചതെങ്കിൽ അവർ ചുറ്റുപാടുകൾക്കനുസരിച്ച് പൊരുത്തപ്പെടുന്ന ആളുകളാണെന്നാണ് ഇത് കാണിക്കുന്നത്. അവർക്ക് പൊതുവെ എന്തെങ്കിലും പഠിക്കാൻ അവസരം കിട്ടിയാൽ അവരത് പഠിക്കും. അവരൊരിക്കലും ഒരു കാര്യത്തിലേക്ക് മാത്രമായിട്ട് സ്വയം പരിമിതപ്പെടുത്തുന്നില്ല. അവരുടെ സ്വഭാവം പ്രവചനാതീതമാണ്. ഏത് സമയത്തും അവർ കൂടുതൽ അഗ്രസീവായെന്ന് വരാം. അവരുടെ ഏറ്റവും മികച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ വ്യക്തിത്വമാണ്. അവരുടെ ഉള്ളിലെ അഗ്രഷൻ അതേ രീതിയിൽ തന്നെ പുറത്ത് കാണിക്കാൻ അവർക്കറിയില്ല. അവർ പെട്ടെന്ന് തന്നെ കോപം ശമിപ്പിക്കുന്ന കൂട്ടരാണ്. ഇനി ഈ ടെസ്റ്റിൽ നിങ്ങൾക്ക് 32നും 35നും ഇടയിലുള്ള സ്കോറാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർഗാത്മകത വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവർ പൊതുവെ ആളുകളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങളൊക്കെ നൽകാൻ കഴിവുള്ളവരുമാണ്. അതുകൊണ്ടാണ് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ ഇവരുമായിട്ട് എളുപ്പത്തിൽ ഷെയർ ചെയ്യുന്നത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ജനിച്ച ആളുകൾക്ക് സാധാരണഗതിയിൽ ധാരാളം സമയം ആവശ്യമാണ്. അവർ അവരുടെ സ്വകാര്യ ജീവിതം സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇടം നൽകാൻ അവർ വളരെയധികം സമയമെടുക്കും. ഓഗസ്റ്റിലെ ആളുകൾ പഠനത്തിൽ പൊതുവെ പിന്നിലാണ്. അവർ ശൈത്യകാലം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. വളരെ ശാന്തശീലരൊക്കെ ആയിരിക്കും ഇവർ. ഇവർക്ക് എപ്പോഴും സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ വികാരങ്ങളിൽ നല്ല നിയന്ത്രണമൊക്കെ ഉണ്ടായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മുന്നിൽ സെൽഫ് എക്സ്പ്രസ് ചെയ്യാനായിരിക്കും അവർക്ക് താല്പര്യം. 36നും 40നും ഇടയിൽ സ്കോർ ചെയ്യുന്നവർ ഈസി ഗോയിങ് ആളുകളായിരിക്കും. ഒക്ടോബറോ ഡിസംബറോ ആണ് ഇവരുടെ ജനനമാസം. അവരെല്ലാം തുറന്ന് പറയുന്നവരാണ്. സംസാരിക്കുന്നതിന് മുമ്പ് അവരധികം ചിന്തിക്കാറില്ല. മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് അതേപടി അങ്ങ് വിളിച്ചു പറയുന്നവരാണ് ഇക്കൂട്ടർ. അവർ തങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും അവ നേടാൻ കഠിനമായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. പൊതുവെ ഭക്ഷണപ്രിയരാണ് അവർ. യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇക്കൂട്ടർ. പുതിയ ആളുകളെ കണ്ടുമുട്ടാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് പരിമിതമായ സൗഹൃദ വലയമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവരുടെ ഭാഗം എളുപ്പത്തിൽ തെളിയിക്കാൻ അവർക്ക് ആർക്ക് മുന്നിലും ശക്തമായി തന്നെ വാദിക്കും കിട്ടും. അത്ര എളുപ്പമൊന്നും അവർ വിട്ടുകൊടുക്കില്ല. എന്നാൽ പൊതുവിൽ അവർ അശ്രദ്ധരാണ്. അവർ ജീവിതത്തിന്റെ തിളക്കമാറുന്ന വശങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകളാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് നെഗറ്റിവിറ്റിക്കും അവർ വലിയ പ്രാധാന്യം നൽകുന്നില്ല. സത്യത്തിൽ മറ്റുള്ളവർ അവരിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഒരു ഗുണമാണിത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് കേട്ടിട്ട് എന്ത് തോന്നി? അപ്പോൾ വീഡിയോയുടെ താഴെ നിങ്ങളുടെ സ്കോറും ജനനമാസവും ദിവസവും കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര പേർ ഒരുപോലെ വരുന്നുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, നോക്കാം അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ SSMന്റെ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.